ഇപ്പോൾ അറൗണ്ട് സമയം 8:30 ആയി. പക്ഷേങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു 5:30 മുതൽ ഇവിടെയുണ്ട്. ഇന്ന് 6:30 സൺറൈസ്. ഇത് കുറുമ്പലക്കോട്ടയാണ്, സ്ഥലം പറയാൻ മറന്നു. കുറുമ്പലക്കോട്ടയുടെ ഹിൽ ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്, വയനാട്ടിൽ കുറുമ്പലക്കോട്ട. സോ മാനന്തവാടി വരികയാണെങ്കിൽ കൽപ്പറ്റ റോഡിൽ വന്നിട്ട് റൈറ്റ് എടുക്കണം. ഒരു 8 കിലോമീറ്റർ കഴിയുമ്പോൾ 8 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് എടുക്കണം. സോ ഈ മലബാർ സൈഡിലുള്ളവരാണെങ്കിൽ ലാസിം എന്തായാലും വരേണ്ട ഒരു സ്പോട്ടാണ്. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാരാണ് പറയുന്നത്. ഇപ്പോൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള വീഡിയോയിൽ കാണാൻ പറ്റും. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ സൺറൈസ് കാണാനും. എന്താ പറയുക, മേഘങ്ങൾക്ക് മേലെ നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഫുള്ള് ഫോഗാണ്. ഫുള്ള് മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റില്ല. ഒരു സൂപ്പർ വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഔട്ട് ക്ലാസ് വ്യൂ ആണ്. സോ ഈ മലബാർ സൈഡിലുള്ളവരാണെങ്കിൽ എന്തായാലും വരിക. കുറച്ച് ട്രക്ക് ചെയ്യാനുണ്ട്, പക്ഷെ ഹാർഡസ്റ്റ് അല്ല, മോഡറേറ്റ് ട്രക്കിംഗ് ആണ്. സോ ഒരു മോഡറേറ്റ് ട്രക്കിംഗ് ആണ്. ഇപ്പോൾ സൗത്തിലുള്ളവർ വരാനല്ല പറയുന്നത്, ഇതിനു വേണ്ടി വരരുത്. ലൈക്ക് അതിനുള്ളൊരു സ്പോട്ട് എന്ന് പറയാൻ പറ്റില്ല. ഊട്ടിയോ മൈസൂർ എങ്ങാനും പോകുന്നവരുണ്ടെങ്കിൽ വയനാട് വഴി വരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുത്തങ്ങ, എടക്കൽ കേസ്, വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് ഇടുന്നുണ്ടെങ്കിൽ ബാണാസുരൊക്കെ കാണാം. ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ്. സോ അതൊക്കെ കാണാനായിട്ട് വരുന്നുണ്ടെങ്കിൽ, പിന്നെ കേരളത്തിലെ സെക്കൻഡ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈനും ഉണ്ട് ബാണാസുരയിൽ. സോ അത് കാണാൻ വരുന്നുണ്ടെങ്കിൽ എന്തായാലും കുറുമ്പലക്കോട്ട ഹിൽ പോയിന്റിൽ വരാം, കാണാം. ഇവിടെ ഹൈക്ക് ചെയ്യാനുള്ള ഇവൻ നമ്മുടെ ടെൻ്റൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഹൈക്ക് ചെയ്യാം, സേഫാണ്, കുഴപ്പമൊന്നുമില്ല. താഴെ വണ്ടി വെക്കാൻ പാർക്കിങ്ങിൽ ആളുണ്ട്, കുഴപ്പമൊന്നുമില്ല. 3-4 സ്ഥലത്ത് പാർക്ക് ചെയ്യാനും ഇതിനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. ഓഫ് റോഡ് ചെയ്താലും പക്ഷെ പറ്റില്ല, കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അത് സ്റ്റെപ്സ് അല്ല, പാറകൾ കൊണ്ട് തന്നെ ഉണ്ടായ സ്റ്റെപ്സ്. അതുകൊണ്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി താഴെ വെക്കണം. എന്തായാലും ഒരു 800 മീറ്ററോളം നടക്കാനുണ്ടാവും. പക്ഷെ അത് സ്റ്റീപ്പാണ്, നല്ല കുത്തനെയുള്ള കാര്യമാണ്. നമ്മുടെ ഹെൽത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, സാധാരണ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ കയറി വരാൻ പറ്റും അല്ലേ. സോ എന്തായാലും വരിക കുറുമ്പലക്കോട്ട. സൂര്യനെന്നും കിച്ചൻ്റെ ഒരു വീക്ക്നെസ്സാണ്. രാവിലെ എത്ര മണിക്ക്, 2:30-ക്കോ 3 മണിക്ക് കണ്ട് വിളിച്ചെന്നിച്ച് ഒരു ഫ്ലാസ്കിൻ്റെ കാപ്പിട്ടോളം പറഞ്ഞു. എന്തിനാ എന്നൊന്നും പറഞ്ഞിട്ടില്ല, പോവാന്ന് പറഞ്ഞു. റെഡി ആയിക്കോന്ന്. റെഡിയായി വന്നു. വൗവാണ്, സൂപ്പറാണ്, ജസ്റ്റ് അമേസിങ്. സോ കുറുമ്പലക്കോട്ടയുടെ മേലെ ഇപ്പോൾ താഴോട്ട് ഇറങ്ങാണ്. രാവിലെ ഒരു 4:30-5 മണിയായപ്പോൾ ഞങ്ങൾ കയറി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ട്രക്കിങ്ങിൻ്റെ ക്ലൈമ്പിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ഇരുട്ടായിരുന്നു.